ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ വഫിർ ലനാ അത്തൗഫീഖ വൽ ഉജൂറ ഫീ ഷഹ്രിക്കൽ മുബാറക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ. ഒരു റമളാൻ മാസം കൈവന്ന ഒരാളുടെ മുഖം നിലത്തുകുത്തി വീഴട്ടെ. എന്താ കാരണം? സുമ്മൻസലഖ, ആ റമളാൻ അയാളിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടു. ഖബ്ല അൻ യുഗ്ഫറ ലഹു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ്. മറ്റൊരു ഹദീസിൽ അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരാൾക്ക് റമളാൻ വന്നിട്ടും പൊറുക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇദ് ലം യുഗ്ഫർ ലഹു ഫമത, അങ്ങനെയാണെങ്കിൽ റമളാനിൽ പൊറുക്കപ്പെടാത്ത ഒരാൾക്ക് പിന്നെ എപ്പോഴാണ് അയാൾ അള്ളാഹുവിൽ നിന്ന് പാപമോചനം തേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രവാചകൻ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് റമളാനിൻ്റെ രാപ്പകലുകളിൽ തൊട്ട് നമ്മളെ അശ്രദ്ധമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അങ്ങാടികളാണ്, നമ്മുടെ വിനോദങ്ങളാണ്, നമ്മുടെ മനസ്സിൻ്റെ ചില ഇഷ്ടങ്ങളാണ്. അംർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നൊരു വാചകം, ഇദാ നളറ ഇല അഹ്ലി സൂഖ്, അദ്ദേഹം അങ്ങാടിയിൽ ഇങ്ങനെ വ്യാപൃതരായി നിൽക്കുന്ന ആളുകളെ കണ്ടാൽ അദ്ദേഹം പറയും, മാ അഗ്ഫല ഹഉലാഇ അമ്മാ ഖദ് ഉഇദ്ദ ലഹും, എന്താണ് ഈ ആളുകളെ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കാര്യത്തെ തൊട്ട് അശ്രദ്ധരാക്കിയിട്ടുള്ളത്? എന്താണ് അവർ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും സുന്നത്തിലേക്കും ധൃതി വെച്ചു ചെല്ലാൻ മടി കാണിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ ഒരു റമളാൻ മുഴുവനായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കാര്യങ്ങളൊന്നും നടന്നു കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം എന്നെല്ലാം പറയുന്ന ആളുകളോട് ചില കാര്യങ്ങൾ ഉണർത്തുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നൽകുന്ന ചില വാചകങ്ങളുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദുആഉ മൗഖൂഫുൻ ലാ യസ്അദു മിൻഹു ഷൈഉൻ ഹത്താ തുസല്ലിയ അലാ നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പ്രവാചകൻ്റെ മേൽ നീ സ്വലാത്ത് ചെല്ലുന്നത് വരെ നിന്റെ ഓരോ പ്രാർത്ഥനയും ആകാശത്തേക്ക് കയറുന്നതിൽ നിന്ന് തടയപ്പെട്ടതായി, അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായി നിനക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ പ്രവാചകനുള്ള സ്വലാത്ത് ഉൾപ്പെടുത്തൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു വിചാരമാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു അദ്ദുആഅ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധനായ കാര്യഗൗരവം നൽകാത്ത ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞു, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, എനിക്കുത്തരം കിട്ടും, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ എന്തായാലും എനിക്ക് കിട്ടും എന്നുള്ള നിശ്ചയബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കേണ്ടതെന്നാണ്. ചിലപ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയും, ഹാഫിൾ ഇബ്നുൽ ജൗസി റഹിമുള്ള പറയുന്നൊരു സാരോപദേശത്തിൽ കാണാൻ സാധിക്കും, ഇബ്ലീസ് ഒരാളെടുത്ത് വന്നിട്ട് പറയും, കം തദ്ഉഹു വലാ തറാ ഇജാബ, എത്ര കാലമായിടാ നീ പ്രാർത്ഥിക്കുന്നത്, ഒരു ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മളോടും ഇബ്ലീസിനോടുമായിട്ടുള്ള നമ്മുടെ ഉണർത്തൽ, ഞാൻ പ്രാർത്ഥന കൊണ്ട് എൻ്റെ റബ്ബിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, അവൻ്റെ ഉത്തരം എനിക്ക് കിട്ടുമെന്നുള്ളതിൽ അനമൂഖിനുൻ, ഞാൻ ദൃഢവിശ്വാസിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ എന്തെങ്കിലും എനിക്ക് വരാനുള്ള, ഞാൻ ചോദിച്ചതിനേക്കാൾ നല്ല മസ്ലഹത്തുകൾ, നല്ല കാര്യങ്ങൾ എനിക്ക് വന്നു ചേരാൻ വേണ്ടി ഒരു പക്ഷേ എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ച കാര്യങ്ങളെ വൈകിപ്പിച്ചതായിരിക്കും. ഇനി എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ആവശ്യക്കാരനാണെന്ന് എൻ്റെ റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി, ആ വിനയം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ഉത്തരം നമ്മൾ നൽകണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ റമളാനിൻ്റെ രാപ്പകലുകളെ പ്രാർത്ഥനകൾ കൊണ്ട് നിറക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തെ ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ടതാണ്. പ്രവാചകൻ പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ആ റബ്ബിൽ നിന്നുള്ള അഫുവിനെ, വിട്ടുവീഴ്ചയെ, കാരുണ്യത്തെ നമ്മൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമളാനിൻ്റെ രാപ്പകലുകൾ കൊണ്ട് അനുഗ്രഹീതമാക്കിയ
ജീവിതമാക്കി നമ്മുടെ ദിവസങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ നന്മകൾ പ്രവർത്തിക്കുവാൻ അള്ളാഹു എളുപ്പം ചെയ്തു നൽകുമാറാകട്ടെ.